പൂജ. എന്ത് ചെയ്യുക? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഞങ്ങൾ ലോ സ്റ്റുഡൻസ് ആണ്. ലോ സ്റ്റുഡൻസ് ആണ്. ഇവിടെ ശ്രീനാരായണ ലോ കോളേജ്. രണ്ടുപേരും. KM എടപ്പള്ളി. നിങ്ങൾ കോടതിയിലൊക്കെ പോകുമോ? ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലോ. പോയിട്ടുണ്ട്. ഭാവിയിലൊക്കെ നിങ്ങൾ അങ്ങനെ ക്രിമിനൽ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, എന്താ? അത് ഇത് കഴിയുമ്പോഴാണ്. അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണല്ലേ? നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം? ക്രിമിനലിനോട് എത്ര താല്പര്യം? അതറിയാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതൊക്കെ ക്രിമിനൽ ആയിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ മൈൻഡ് ഒക്കെ വരുമോ? മറ്റേ ജോലി ആയിപ്പോയത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അത് കുഴപ്പമില്ല, ഞാൻ ഒരു ചോദ്യം ചെയ്യാം. നമ്മുടെ മലയാള സിനിമയിൽ നായകൻ വക്കീലായിട്ട് അഭിനയിച്ച ഒരു 4 പടം, അഡ്വക്കേറ്റ് വരുന്ന 4 പടം. 2020 ഒരു നായകൻ വക്കീലാണോ? പിന്നെ നരസിംഹം. അല്ല, അതൊരു നായകനല്ല വക്കീൽ. ചിന്താമണിക്കൊലക്കേസ് 2. പിന്നെ നേര് 3. വാശി. ഇത്ര ഈസി ആയിട്ട് പറഞ്ഞു വിചാരിച്ചില്ല. കേക്ക് റീൽസ് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്കാണ് ഭാവിയിലെ അഡ്വക്കേറ്റ്സ് കിട്ടിയിരുന്നത്, ക്രിമിനൽ അഡ്വക്കേറ്റ്സ് കിട്ടിയിരുന്നത്. താങ്ക്സ് ഫോർ യുവർ ടൈം. നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ട് ഈ മാസം? ചേച്ചിയുടെ ബർത്ത്ഡേ. ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ ആയിരുന്നു, ഒരു 20% ഡിസ്കൗണ്ട് കൂപ്പൺ. കേക്ക് റീൽസിലെ ഡിസ്കൗണ്ട് കൂപ്പണാണ്. ആതിര, ഷഹന. എന്ത് ചെയ്യാം? ഞാൻ ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈസ് ഓഫ് കേക്ക് ഫ്രീ. മലയാള സിനിമയിൽ നായകൻ വക്കീലായിട്ട് വന്ന ഒരു 5 പടം. ഒന്നും അറിയിച്ചു പട്ടയെന്ന് കിട്ടും. അഡ്വക്കേറ്റ് ആയിട്ട് ഇല്ലില്ല, 5 പടം മതി. അതില് നായകന്മാർ ശ്രീനിവാസൻ ഉണ്ട്. പിന്നെ പടമാണ് പറയണ്ടേ? അയ്യോ, അതിന്റെ എന്താണ്? പൃഥ്വിരാജിന്റെ ജനഗണമനയില് പൃഥ്വിരാജ് ഉണ്ട്. പിന്നെ വക്കീല് എന്നാ പിന്നെ മമ്മൂട്ടി 2020 വക്കീലല്ലേ? പിന്നെ വേറെ ഉണ്ട്. നടനെ പറഞ്ഞ സിനിമ കിട്ടുമല്ലോ. നടനെ പറഞ്ഞു കൊടുക്കുക. ഇയാള് സിനിമ മോഹൻലാല് 3. സത്യം പറഞ്ഞാൽ കൊറേ അറിയാം, പക്ഷെ ആരെയും വിളിച്ചു ചോദിച്ചു നോക്കിയാ 2 വക്കീലുള്ള പടം ഉണ്ടോ ചോദിച്ചു. ഗൂഗിൾ നോക്കിയാ മതിയാ? ഗൂഗിൾ നോക്കരുത്. നീ വിളിക്കായിരിക്കും. ആരെ വിളിക്കണ്ട? എന്റെ ഉമ്മാനെ വിളിക്കാം. പിന്നെ അനിയത്തിനെ വിളിച്ചേക്കാൻ പാടില്ലേ? അനിയത്തിക്കാരാണ്. ഉമ്മയുടെ വയലിൽ ഞാൻ കേൾക്കാം. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. വേറെ ഒരെണ്ണം കൂടി പറ. വക്കാലത്ത് നാരായണൻ. ഞാൻ പറയാം. സുരേഷ് ഗോപിയുടെ ഇല്ലേ മറ്റേ ചിന്താമണി കൊലക്കേസാ? അഞ്ജനായില്ലേ? കേക്ക് കിട്ടൂലേ? ഓക്കെ ശരി, ഞാൻ വിളിക്കാവേ. പറഞ്ഞു ബാക്കി പറഞ്ഞു. 5 കറക്റ്റ് ആൻസറാണ്. കലകി. ഒരു സ്ലൈസ് ഓഫ് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 പേരുള്ളതുകൊണ്ട് ഒരു ഫലൂദ വേണമെങ്കിൽ ഒരു തമാശ പറയാം. തമാശ എന്ന് പറയുമ്പോ ഞങ്ങള് തമ്മി പറഞ്ഞു ചിരിക്കണായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ ഇരിക്കുക, മീൻസ് മറ്റേ ചെയറല്ലേ, പുള്ളിക്കാരൻ അത് കുറച്ചും കൂടി ചാരി ഇരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കണം. ബാലൻസ് വിട്ടുപോയി ആള് അവിടെ വീണു. എല്ലാവരും നോക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അത്ര ചിരി വരുന്നുണ്ട്. കാരണം ഞങ്ങൾ അത്ര തമാശകൾ ചിരിക്കണം. സത്യം, പുള്ളിക്കാരൻ ഇരിക്കാൻ പറ്റില്ല. ആ കിടപ്പ് കിടപ്പ് ഇരിക്കുമ്പോഴും അത് ഇങ്ങനെ കിടക്കാണ്. ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും ആള് ഞങ്ങൾ എപ്പോഴും അത് ആലോചിക്കുമ്പോ ചിരി വരും. സീനിയറാണോ നിങ്ങളുടെ? അല്ല, ഞങ്ങളുടെ ആള് സത്യം പറയാലോ, ആള് വന്നപ്പോ ഭയങ്കര ഷോ ആയിരുന്നു. ലാപ്ടോപ്പ്, ഫോണ്, ഐഫോണൊക്കെ വെച്ചിട്ട് ഷോ. ഞങ്ങളോടൊന്നും അങ്ങനെ പറ്റില്ല. പക്ഷെ വീട് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ആ പേരിൽ ഞങ്ങള് കമ്പനി ആയത് ആളായിട്ട്. വീട് കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരന് ഭയങ്കര ആറ്റിറ്റ്യൂഡാ. ഇപ്പോഴും ആറ്റിറ്റ്യൂഡാ. കോൺഫിഡൻസ് ആണ്. പിന്നെ ഇതേപോലെ തന്നെ സെയിം അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ആള് നടന്ന് എന്നോട് സംസാരിച്ച് തിരിഞ്ഞതും തൂണിപ്പോയി ഒച്ചയിടിയും മുഖം ചാട്ടുന്നു. അത് ഞാനാ കണ്ടേ. അത് പറഞ്ഞാലും പറയും അതിനിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല. എന്താ ഇത്രയൊക്കെ ഉണ്ടായിട്ട് വാക്കുവിന്റെ ആറ്റിറ്റ്യൂഡാ. അതാളുടെ കോൺഫിഡൻസ് ആണ്. ഞാനല്ല, ഇവരായിട്ട് പറഞ്ഞതാണ്. ഞാനിത് ഉത്തരവാദികളല്ല. പേര് കേൾക്കുമ്പോൾ പേരും പറഞ്ഞു. സന്തോഷായി. ഇവിടുത്തെ മാനേജർ പരമാനന്ദ സാറിനോട് പറയണം
എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യായിരുന്നു. താങ്ക് യു. അപ്പോൾ സ്ലൈസ് ഓഫ് കേക്ക് തരാം ഞാൻ. ഓക്കെ കുഴപ്പമില്ലല്ലോ, പോയി കഴിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ രണ്ടുപേരും ആരെയും ബർത്ത്ഡേ ഈ മാസം ഉണ്ടോ? ഇല്ല വീട്ടിലോ ആരെങ്കിലും ഇത് എന്റെ അനിയത്തിയുടെ കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. 2 കേക്ക് വാങ്ങിക്കണം. 2 കേക്ക് മേടിക്കണം. 10th പാസ്സായി. അപ്പോൾ ഒരു കൺഗ്രാറ്റ്സ് എൻ്റെ വാങ്ങി കൊടുത്തു. ഉത്തരം പറഞ്ഞതിന് ഒരു സ്ലൈസ് ഓഫ് കേക്ക് കേക്ക് റിൽസ് നൽകുന്ന 20% ഡിസ്കൗണ്ടിലുള്ള ഒരു കേക്ക് റിൽസിൻ്റെ കേക്കാണ്.